ഞാൻ ഒരു ക്യാരക്ടേഴ്സ് പറയും, ആ ക്യാരക്ടേഴ്സിൽ തമിഴ് മലയാളം ലവ് സ്റ്റോറിയിലെ സിനിമ ഐഡന്റിഫൈ ചെയ്യണം. ബാലേട്ടൻ ലക്ഷ്മി. സെർച്ച് ചെയ്യാണ് നിങ്ങൾക്കൊരു സൂപ്പർ പവർ കിട്ടാണ്. ആ സൂപ്പർ പവർ കൊണ്ട് നിങ്ങളൊരു കാര്യം മാറ്റണം എന്ന് വിചാരിക്കുന്ന ഒരു കാര്യം ഉണ്ടോ? ബീവറേജിലെ ക്യൂ ആയിരുന്നു, പക്ഷെ അത് കഴിഞ്ഞ ദിവസം മാറ്റി തൃശ്ശൂർ ഒരു സാധനം ഓപ്പൺ ചെയ്തു. അച്ഛനെ ഞാൻ 2016 ആദ്യമായിട്ട് മീറ്റ് ചെയ്യണത്, പക്ഷെ അച്ഛന് ഓർമ്മയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ പടത്തിലാണ് ഈ പടത്തിലാണ് നമ്മള് വീട്ടിൽ വെച്ചോണ്ട് അത് തന്നെ നമ്മള് മഞ്ഞുമല് ഒരു ഓർമ്മയിലോട്ട് അത് വിഷ്ണുവിന് ഓർമ്മയില്ല. ഏട്ടാ ഈ തൈലം ഒന്ന് എടുക്കുന്നത് വില കുറവാണ്, എടുക്കി നിങ്ങള്, ഇത് ഭയങ്കര വില കുറവാണേ, നിങ്ങക്ക് നടുവിൽ മുതിലൊക്കെ തേക്കാലോ. പാലക്കാട് റാഫിയുടെ കണ്ണും ചന്തുവിന്റെ കണ്ണും ഒരുപോലെ. അപ്പൊ എല്ലാവരും ഹൈറ്റും ഉണ്ടല്ലോ, എല്ലാവരും മറ്റേ മഞ്ഞുമല് കഴിഞ്ഞിട്ട് ഭയങ്കര ഹിറ്റായിട്ട് എല്ലാവരും മറ്റേ എവിടെ പോയാലും സലീമേട്ടന്റെ മോനുണ്ടല്ലോ. ഞാൻ ചന്തു അല്ല, ഞാൻ ചക്കപ്പഴത്തിലെ റാഫിയാണ്, റാഫി ഡിക്കു എന്നൊക്കെ പറഞ്ഞു പിന്നെ മറ്റേത് ഞാൻ ചന്തുവാ സെൽഫി ഒക്കെ എടുത്തിട്ട് അവരെ ഹാപ്പി ആക്കി ഇടും. പക്ഷെ പൊളിയായിരുന്നു കേട്ടോ, ആക്ച്വലി ഇരുത്തിക്കൊണ്ട് പറയണ എല്ലാ വർഷം അടിപൊളിയായിരുന്നു. പടം ആക്ച്വലി എന്റെ ഫാമിലിനെ കാണിച്ചപ്പോ എല്ലാവരും എടുത്തു പറഞ്ഞ കാര്യമാണ്. നമ്മളിത് നിങ്ങൾ ഇത്ര കഷ്ടപ്പെട്ട പിരിച്ചിട്ടും കാര്യമില്ല. നമ്മളെല്ലാവരും ഇതൊക്കെ ലിങ്ക് ഒക്കെ അയച്ചു കൊടുക്കും, പോസ്റ്ററൊക്കെ എല്ലാവരും അയക്കും, എല്ലാവർക്കും ചോദിക്കുന്നത് ഞാൻ അഭിനയിച്ച ഇവിടെ ഞാൻ മറ്റേ 1.5 മണിക്കൂർ മുഖത്ത് പാടില്ലായാലും ഇപ്പത്തെ ഇവിടുത്തെ ആൺകുട്ടികളുടെ ക്രഷ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഇനി എന്ത് വേണം? നമുക്ക് സ്റ്റോപ്പ് ചെയ്യത് അസൂയണ്ട. ഇന്ന് നീ ആറുള്ള അസൂയ കൊണ്ടാണത്. തമിഴ് മലയാളം ആ ഒരു ലവ് സ്റ്റോറി കാണാൻ ഭയങ്കര രസമായിരിക്കും. അത്തരം ലവ് സ്റ്റോറി ലൈഫിൽ എക്സ്പീരിയൻസ് ഉണ്ടോ? അങ്ങനെ കണ്ടിട്ടുണ്ടോ? സിനിമയിൽ കണ്ടിട്ടുണ്ട്. റിയൽ ലൈഫിൽ സിനിമ കണ്ടിട്ടുണ്ട്. സമാധാനമാണ് ലോകത്തെ ഏറ്റവും വലിയ പരിപാടി. നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങണം. പിന്നെ കിടന്നുറങ്ങാന്നുള്ള പരിപാടി നമുക്ക് ഓവർതിങ്കിങ് ഭയങ്കര പീക്കിൽ എല്ലാവരും ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. പേഴ്സണലി എൻ്റെ ഇപ്പൊ ജിമ്മിൽ പോയപ്പോ തൊട്ട് ഞാനൊരു കാര്യം പറഞ്ഞ മഗ്നീഷ്യം കഴിച്ചാൽ സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റുന്നു. ഇപ്പൊ ഡെയിലി രാത്രി ഇപ്പൊ 2 മഗ്നീഷ്യം വെച്ച് കഴിക്കുന്നുണ്ട്, അവിടെ സുഖമായിട്ട് ഉറങ്ങുന്നുണ്ട് ഞാൻ. ഇതിനൊരു റെസ്റ്റ് കൊടുക്കാം, ഇതിനെക്കാട്ടും ഏറ്റവും ബെസ്റ്റ് ഇതിനൊരു റെസ്റ്റ് കൊടുക്കാം. ഹായ് ഹലോ നമസ്കാരം. സൈന സത് പ്ലസിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദിസ് ഇസ് മീ ഷിജ്ന ജോസ് പ്രകാശ്. തലവര എന്ന ഏറ്റവും പുതിയ ചിത്രത്തിന്റെ വിശേഷങ്ങളുമായിട്ട് ഈ സിനിമയുടെ ക്രൂ മെമ്പേഴ്സ് ആണ് ഇന്ന് എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നത്. ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. ഈ സിനിമയുടെ ടൈറ്റിൽ കാണുമ്പോഴേ നമ്മളെല്ലാവരും തലവര, നമ്മുടെ തലവര, ഒരു നിമിഷം എങ്കിലും ചിന്തിക്കും. ശരിക്കും ഈ സിനിമ ആരുടെ തലവര മാറ്റുന്ന ഒരു സിനിമയാണ്? എല്ലാവരുടെയും. പക്ഷെ നിങ്ങൾ ഒറ്റവാക്കി നിർത്തിയിട്ടുണ്ട്. നമ്മുടെ കാര്യത്തിൽ പോക്കാം. നമ്മളൊക്കെ ഒരു ചോദ്യത്തിന് ഇത്ര ഒരു പാരഗ്രാഫ് ആൻസർ പ്രതീക്ഷ ഞങ്ങൾ വരിക. സ്കൂളിൽ പോലെ എഴുതിയിട്ടുണ്ട്. പക്ഷെ തലവരന്റെ സോങ് വന്ന സമയത്ത് വിഷു ചേട്ടന്റെ താഴെ കമന്റ്സ്, വിഷു ചേട്ടൻ മൂൺ സൂപ്പർ, വിഷു ചേട്ടൻ സൂപ്പർ, അത് ഇവന്റെ കൂട്ടുകാരെ വെച്ച് ഇവൻ തന്നെ ആദ്യം എഡിറ്ററാ വിളിക്കണത്. എടാ നീ മറ്റേ PR ഒക്കെ ഇറക്കിയിരുന്നു. ഞാൻ പറഞ്ഞു, അപ്പോഴാണ് ഞാൻ ആക്ച്വലി അപ്പൊ ഞാൻ ആദ്യം പിന്നെ കുറച്ചു കഴിഞ്ഞപ്പോ വിഷ്ണു പാലക്കാട് അങ്ങനെ പറയാനുള്ള ഐറ്റം ഉണ്ട് അവൻ. പൈസ മാത്രല്ല, അവൻ നല്ലൊരു ആക്ടറാണ്. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവൻ അഭിനയിച്ചതിന് അത്രയല്ല, പക്ഷെ എന്നാലും ഇവന്റെ ഫ്രണ്ട്സ് ഇവന് കൊടുക്കുന്ന ഒരു സപ്പോർട്ട് ഉണ്ടല്ലോ, അത് ചെറിയ പരിപാടിയല്ല. നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്തും നമ്മൾ ഏത് ലൊക്കേഷൻ പോയാലും അവന്റെ 2 അല്ലെങ്കിൽ 3 ഫ്രണ്ട്സ് അവിടെ അപ്പുറത്തൊക്കെ ഉണ്ടാവും. സർക്കിൾ ഉണ്ട്. അത് കാരണം അവര് കൊടുക്കുന്ന ഒരു പുഷ് ഉണ്ടല്ലോ. ഇപ്പൊ നമുക്ക് ചമ്മൽ അല്ലെങ്കിൽ മടി ഉണ്ടെങ്കിലും നമ്മുടെ കൂടെ ഒരാളുണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എനർജി അതിന് ഇരട്ടി ഇവന്റെ ഫ്രണ്ട്സ് അവന് കൊടുക്കുന്നുണ്ട്.
ശരിക്കും ഭയങ്കര സപ്പോർട്ടാണല്ലേ കൂടുതലവര്? ഫ്രണ്ട്സ് ആണ് സപ്പോർട്ട്. അത് പറഞ്ഞപ്പോ ഒന്ന് എഴുന്നേറ്റ്. മനസ്സിലായില്ലേ എത്രത്തോളം അവനത് വാല്യൂഡ് ആണെന്ന്. പക്ഷെ ഈ സിനിമയുടെ പാട്ട് ഇറങ്ങിയ സമയത്ത് തന്നെ ഇപ്പം എപ്പോഴും പുറത്ത് ആര് വന്നാലും പുതിയതായിട്ട് മലയാളികൾ പുതിയ നായികമാർ വരുമ്പോൾ 2 കൈയും കൂട്ടി സ്വീകരിക്കാറുണ്ട്. എപ്പോഴും ഈ സിനിമ ഇറങ്ങുന്നതിന് മുൻപ് തന്നെ ഇത്രയധികം സ്നേഹവും സപ്പോർട്ടൊക്കെ കിട്ടാന്ന് പറയുന്നതേ ഭയങ്കര ലക്കാണ്. അതിനെങ്ങനെ കാണുന്നു? മലയാളത്തിൽ നിന്നുള്ളൊരു സ്നേഹപ്രകടനം എങ്ങനെയാണ് കാണുന്നത്? ഓണസ്റ്റ്ലി ഞാൻ അത് എക്സ്പെക്ട് ചെയ്തില്ല. കാരണം എനിക്കറിയില്ലല്ലോ, എൻ്റെ ഫസ്റ്റ് മൂവിയാണ്. എനിക്ക് എക്സ്പെക്റ്റേഷൻ ഉണ്ട്. ഇൻ ദ സെൻസ് നല്ലതായിട്ട് ആരും ഒന്നും നല്ലത് പറഞ്ഞില്ലെങ്കിലും മോശമായിട്ട് എന്തെങ്കിലും പറയരുതെന്ന് ഒരു ഇതുണ്ട്. ബട്ട് ഓൾസോ എനിക്ക് എൻ്റെ കൺട്രോളിലല്ല അത്. ബട്ട് ഇതൊരിക്കലും ഞാൻ ലൈക്ക് ഐ ഡിഡ്ന്റ് എക്സ്പെക്ട് ഇറ്റ്. ബട്ട് ഇറ്റ്സ് ബിൻ ഗുഡ്. ഹോപ്പ്ഫുള്ളി സിനിമ വന്നു കഴിഞ്ഞും ഇങ്ങനെ തന്നെ ഉണ്ടാവുന്നു ഹോപ്പ് ചെയ്യുന്നു. അത്രേ ഉള്ളൂ. അല്ലാതെ അർജുൻ ചേട്ടൻ്റെ ക്യാരക്ടർ എന്താ ഇതില്? ലുക്കില് ഡിഫറൻസ് ഉണ്ട് ആൻഡ് കുറച്ച് വെറൈറ്റി പിടിച്ചിട്ടുണ്ട്. സോ എന്താണ് ഇതിൽ വിറ്റ്ലിഗോ എന്നുള്ളൊരു ഇതുള്ളൊരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. അപ്പോൾ പുള്ളിക്ക് ചെറുപ്പത്തിൽ ചിലപ്പോൾ കുറേ ഇൻസെക്യൂരിറ്റി അല്ലെങ്കിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഇപ്പോൾ കറൻ്റ്ലി പുള്ളി അതൊന്നും മൈൻഡ് ചെയ്യാണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ എന്നാലും കുറച്ച് ഇൻസെക്യൂരിറ്റി ഉള്ളതുകൊണ്ടാണ് ഫുൾ ബട്ടണിട്ടും ഫുൾ സ്ലീവ് ഇട്ടും നടക്കുന്നത്. അപ്പോൾ ആ ഒരു ജീവിതത്തിലേക്ക് പുള്ളിക്ക് കുറേ ഡ്രീംസ് ഉണ്ട്. ഒരു നടനാവണം അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കണം. കാരണം പുള്ളി ജനിച്ച് വളർന്നത് ജെമിനി തമിഴ് ഫിലിം ഷൂട്ട് ചെയ്ത ഗല്ലിയിലാണ്. അപ്പം പുള്ളി പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. പുള്ളിയുടെ അച്ഛനൊക്കെ ആ പടത്തിൽ ആ സമയത്ത് അഭിനയിച്ചിട്ടുണ്ട്. ചിലപ്പോൾ പാസിങ് ചെറിയ ഒരു കുത്തുവല കാണാൻ പറ്റും സെക്കൻഡ്സിൽ. അപ്പം അങ്ങനത്തെ ഒരു പരിപാടിയിൽ ജീവിച്ചൊരു വ്യക്തി സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ട് പിന്നെ അവൻ്റെ ഈ ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളും ഫേസ് ചെയ്യുന്ന ഇഷ്യൂസും പിന്നെ അത് ഏത് തലത്തിലേക്ക് പടം ഈ ക്യാരക്ടർ ഡ്രൈവ് ചെയ്യുന്നുള്ളതാണ് പടത്തിൽ പറയുന്നത്. അതിൽ ആരൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വരും, അതൊക്കെയാണ് ബാക്കി കഥകൾ പോകുന്നത്. ഈ നായികനെ ചുറ്റിപ്പറ്റി എനിക്ക് എല്ലാവരുടെയും ഒരു ലവ് ട്രാക്ക് കാണാൻ പറ്റുന്നതല്ലേ. സോങ് വന്നപ്പോഴും എനിക്ക് അങ്ങനെ തോന്നി. എല്ലാവരും അങ്ങോട്ട് പ്രണയങ്ങൾ വിശിച്ചേട്ടങ്ങനെ ഇല്ല. ശരിക്കും ആ ഒരു ട്രാക്ക് പിടിക്കുന്നുണ്ട് ഇതില്. അതെ, എനിക്കൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ഇങ്ങനെ ഒരു പരിപാടി. ഞാൻ മഞ്ഞുമല് ഞാൻ ഇതുവരെ അങ്ങനത്തെ ഒരു നമുക്ക് ആഗ്രഹമൊക്കെ ഉണ്ടാവില്ല, ഒരു പ്രേമം പിടിക്കണം. പക്ഷെ ഇതുവരെ അങ്ങനത്തെ ഒരു ചാൻസ് കിട്ടിയല്ല. അപ്പോൾ ഈ പടത്തിലാണ് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്. അപ്പോൾ ഇത് ആക്ച്വലി അർജുൻ്റെ ഒരു ജേണിയാണ്, ഈ ക്യാരക്ടറിന്റെ ഒരു ജേണിയാണ്. ബാക്കി എല്ലാവരും ഇതിലൊരു പാർട്ടാണെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ കൂട്ടത്തിൽ എല്ലാവരും കൂടി ഇപ്പൊ ഫ്രണ്ട് സർക്കിളിൽ എപ്പോഴും ഗേൾസിന് സംഭവിക്കാറുണ്ട്, ബോയ്സിന് സൈഡിൽ സംഭവിക്കാറുണ്ട്. നമുക്കൊരു ക്രഷ് ഉണ്ടാവും, പക്ഷെ കൂട്ടത്തിൽ ബെസ്റ്റ് ഫ്രണ്ട്സ് തന്നെ സെയിം ഒരാളെ തന്നെ പ്രേമിക്കുന്ന ഒരു സിറ്റുവേഷൻ വരും. അവസാനമായിരിക്കും ചിലപ്പോൾ ഇത് അറിയുന്നത് തന്നെ. അങ്ങനെ റിയൽ ലൈഫിൽ അങ്ങനെ സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നോ? ഒരുപാട് അവിടെ പിന്നെ എത്ര സ്കൂള് വേണോ കോളേജ് വേണോ? അങ്ങനെയല്ല, എവിടെ നിന്ന് തുടങ്ങുന്നതാണ് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക്. അല്ല, ഓക്കെ. രേവതി ഓ, രേവതി കുഴപ്പമില്ല. ഞങ്ങൾക്ക് ആക്ച്വലി പറയാനൊന്നുമില്ല ആലോചിച്ചോണ്ടിരിക്കണത്. ഇപ്പൊ കള്ളം പറയണോ അല്ലെങ്കിൽ ഉണ്ടാക്കി പറയണോ ലിസ്റ്റ് എടുക്കുന്നതായിരിക്കും. അതല്ല സത്യാവസ്ഥ. തമിഴ് മലയാളം ആ ഒരു കോംബോ ഉണ്ടല്ലേ, ഇന്ന് നമുക്ക് മലയാളികൾക്ക് ഇഷ്ടം. മലയാളികൾ മറ്റു ലാംഗ്വേജിലായാലും ആ ഒരു ലവ് സ്റ്റോറി കാണാൻ ഭയങ്കര രസമായിരിക്കും. അത്തരം ലവ് സ്റ്റോറി ലൈഫിൽ എക്സ്പീരിയൻസ് ഉണ്ടോ? അങ്ങനെ കണ്ടിട്ടുണ്ടോ? സിനിമയിൽ കണ്ടിട്ടുണ്ട്. സിനിമയിലാണ്. റിയൽ ലൈഫിൽ സിനിമ കണ്ടിട്ടുണ്ട്. ഓക്കെ, ശരി. അങ്ങനെയാണെങ്കിൽ വിടില്ലാതൊക്കെ. അപ്പൊ ഒരു കുറെ സിനിമയിൽ കണ്ടിട്ടുണ്ടെന്നല്ലേ പറയണേ. ഞാൻ ഒരു ക്യാരക്ടേഴ്സ് പറയും, ആ ക്യാരക്ടേഴ്സിൽ സെയിം ലവ് സ്റ്റോറി, തമിഴ് മലയാളം ലവ് സ്റ്റോറിയിലെ സിനിമ ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ. വേലായുധൻ കുട്ടി, ആനന്ദവല്ലി. യെസ്. മേലെപ്പറമ്പിലാണ് വീട്. അല്ല, അല്ലല്ലേ, അതല്ല, നീ പറഞ്ഞു. ആള് സിനിമ ആലോചിച്ചു കേട്ടോ. അതിൽ ഏതെങ്കിലും ഒന്ന് കറക്കി കുത്താം. വേലായുധൻ കുട്ടി, ആനന്ദവല്ലി. മലയാളപ്പടക്കാണല്ലോ. ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്രം. അല്ല അല്ല ആനന്ദവല്ലി എന്ന് പറഞ്ഞപ്പോഴേ നിനക്കറിയാലോ. ഞാൻ കിട്ടിയത് അതൊന്നുമില്ല. ഇവിടെ കറക്കി കുത്തണം. ദന്തിയാത്ര മാത്രമേ ഉള്ളൂ. ക്ലൂ അതിനുള്ള ഫ്രീഡം ഉണ്ട്. ജയറാമേട്ടന്റെ പട. ജയറാമേട്ടന്റെ ചുരുക്കം പടത്തിൽ പക്ഷെ തമിഴ് മലയാളം ലവ് സ്റ്റോറി
അഭിനയിച്ചതിൽ അതല്ലേ ഞാൻ പറഞ്ഞേ, മറ്റേ മേലെ പറമ്പിലാണ് വീട്. മഴവിൽ കാവടി. ഐശ്വരി. ഹരികൃഷ്ണൻ പവിഴം. ഹരികൃഷ്ണൻ പവിഴം. മേലെ പറമ്പിലാണ് വീട്. യെസ്. ബാലേട്ടൻ ലക്ഷ്മി. ബാലേട്ടൻ. ബാലേട്ടൻ ലക്ഷ്മി. ഓക്കെ. ഓക്കെ ബൈ. ഒരു ക്ലൂ. ലാലേട്ടന്റെ പടമാണ്. സെർച്ച് ചെയ്യാണ്. AI. ചതിച്ചത് പോളാക്കുന്നു. അറിയില്ല. ക്ലൂ തരാൻ വേണമെങ്കിൽ ലാലേട്ടന്റെ പടമാണ്. അറിയാം. ബാലേട്ടൻ. ശ്രീനിവാസൻ സർ. തേന്മാവിൻ തേന്മാവൻ കൊമ്പത്ത്. അല്ലല്ല, തേന്മാവിൻ കൊമ്പത്ത് ബാക്കി പഠിച്ചു. മിഥുന. അല്ല. അല്ലടാ. നാടോടിക്കാറ്റ്. ഓക്കെ. ഇപ്പൊ ഈ സിനിമ ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത് നോക്കിയിട്ടുണ്ടായിരുന്നോ? ഓൾറെഡി ഇപ്പം മലയാളം തമിഴ് കോമ്പിനേഷനിൽ വരുന്ന ചിത്രങ്ങള് ഇല്ല. നിങ്ങൾ നോക്കിയോണ്ട് ചോദിച്ചല്ലേ. ഇപ്പൊ ഓക്കെ, നിങ്ങൾക്ക് ഒരു സൂപ്പർ പവർ കിട്ടാണ്. സോ ആ സൂപ്പർ പവർ കൊണ്ട് നിങ്ങൾ ഒരു കാര്യം മാറ്റണം എന്ന് വിചാരിക്കുന്ന ഒരു കാര്യം ഉണ്ടോ? എന്തെങ്കിലും? ബീവറേജിൽ ക്യൂ ആയിരുന്നു, പക്ഷെ അത് കഴിഞ്ഞ ദിവസം മാറ്റി തൃശ്ശൂർ ഓരോ സാധനം ഓപ്പൺ ചെയ്തു. ഈ ലോകത്തുള്ള എല്ലാവർക്കും മെന്റലി സ്റ്റേബിൾ ആയ അടിപൊളിയായിരിക്കും. വേറെ ഒന്നുമില്ല. അതെന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം? കാരണം മെന്റലി സ്റ്റേബിൾ അല്ല. കൂടെ കൂടെ കുറെ സിനിമ. അല്ല, ഞാൻ ആക്ച്വലി ലൈക്ക് ആണ്, സത്യമാണ്. അത് വെറുതെ ഞാൻ മറ്റേ പൊക്കി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എല്ലാരും ഹാപ്പി ആയിട്ട് ഇരിക്കാനുള്ളതാണ് ഏറ്റവും വലിയ പരിപാടി. ഹാപ്പി ആൻഡ് പീസ്ഫുൾ. നല്ലൊരു തോട്ടാണ്. അങ്ങനത്തെ തോട്ടിലേക്ക് എല്ലാവരും എത്തിക്കഴിഞ്ഞാൽ അടിപൊളി. തോട്ടിലേക്ക് എത്താനല്ല, സൂപ്പർ പവർ ഉണ്ടെങ്കിൽ എത്തൂല. അതെന്താണ് എന്നാലും ഒരു ആഗ്രഹം. ആഗ്രഹമല്ല, സൂപ്പർ പവർ കിട്ടാണെങ്കിൽ മാറ്റുന്ന ഒരു റിപ്ലൈ ആയിട്ട് പറഞ്ഞ. ഇവിടെ എന്തെങ്കിലും രേവതി? കുറെ നല്ല കുക്കീസും പേസ്ട്രീസും ഉണ്ട്. ദ സൂപ്പർ പവർ ഇസ്, ഇപ്പം ഞാൻ ഒരു കാര്യം എല്ലാവരുടെ മനസ്സിലും എനിക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന പോലെ അവരും അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. മനസ്സിലായോ? ആൻഡ് ദ തിങ് ഈസ് ദാറ്റ് ഓൾ ഓഫ് us ആർ ഹ്യൂമൻസ്. എല്ലാവരും ഹ്യൂമൻസ് ആണ്. വി ആർ ഓൾ ജസ്റ്റ് എക്സ്പീരിയൻസിങ് ലൈഫ് ഇൻ ഡിഫറെൻറ്റ് ലെൻസസ്. അത് എല്ലാവരും നല്ലോണം മനസ്സിലാക്കിയാൽ പീപ്പിൾ വിൽ ബി ബെറ്റർ പീപ്പിൾ, ഐ തിങ്ക്. ഓക്കെ, ദാറ്റ്സ് വാട്ട് ഐ വുഡ്. ആളുകൾ പോയി എന്താ ഉണ്ടായേ ഇവിടെ? എല്ലാവരും ഒരു ഇപ്പോൾ കുറേ പേര് പൈസ ഇല്ലാത്തവർ, പാവപ്പെട്ടവർ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും അങ്ങനെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് നോർമൽ ലൈഫ്. ഇപ്പോൾ ഒരുപാട് റിച്ചും അല്ല, അങ്ങനെയല്ല, ഒരു നോർമൽ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അൾട്ടിമേറ്റ് ലക്ഷ്യം പീസ്, സമാധാനമാണ് ലോകത്തെ ഏറ്റവും വലിയ പരിപാടി. നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങണം. പക്ഷെ ഇപ്പൊ ഒരു ആക്ടർ ആകുന്ന സമയത്ത് നിങ്ങൾക്ക് ഷൂട്ട് കാര്യം, തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അർജുൻ ചേട്ടൻ എങ്ങനെ ഇതിനൊക്കെ ഒരു ഇപ്പൊ സമാധാനമാണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നില്ല. ഈ സമയമൊക്കെ കണ്ടെത്തി സമാധാനമായിട്ട് എങ്ങനെ ഉറങ്ങാൻ ചേട്ടൻ കണ്ടെത്തുന്ന വിനോദം എന്തെങ്കിലും ഉണ്ടോ? വിനോദ് മീൻസ് അതിനൊരു ടൈം കണ്ടെത്തുന്നത് എങ്ങനെയാ? ഇപ്പൊ നമ്മള് ഉറങ്ങുന്നത് മാത്രമല്ല സമാധാനം. നമ്മളിപ്പോ ജോലി ചെയ്യുന്നതായാലും നമ്മളെ ഹാപ്പിനെസ് ആയിട്ട് എന്താണ് ചെയ്യാൻ പറ്റുന്നത്, നമ്മൾ അങ്ങനെയുള്ള സാധനങ്ങളല്ലേ ചൂസ് ചെയ്യുള്ളൂ. അത് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന അതാണ് സമാധാനം എന്നാണ് എൻ്റെ ഒരു. നമ്മളിപ്പോ കാഴ്ചയിൽ അഭിനയിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ആഗ്രഹം. മറ്റേ സന്തോഷിച്ച് ചെയ്യുന്നൊരു പ്രവൃത്തിയും അത് തന്നെയാണ്. അപ്പൊ അതിനും കൂടുതൽ വലിയ ആനന്ദം കിട്ടാനില്ല. പിന്നെ കിടന്നുറങ്ങാന്നുള്ള പരിപാടി നമുക്ക് ഓവർ തിങ്കിങ് ഭയങ്കര പീക്കിൽ എല്ലാവരും ഇപ്പൊ പോയിക്കൊണ്ടിരിക്കണം. പേഴ്സണലി എൻ്റെ അപ്പൊ ജിമ്മിൽ പോയപ്പോ തൊട്ട് ഞാനൊരു കാര്യം അറിഞ്ഞു, മഗ്നീഷ്യം കഴിച്ചാൽ സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റുന്നു. ഡെയിലി രാത്രി 2 മഗ്നീഷ്യം വെച്ച് കഴിക്കുന്നുണ്ട്. സുഖമായിട്ട് ഉറങ്ങുന്നുണ്ട് ഞാൻ. ഇതിനൊരു റെസ്റ്റ് കൊടുക്കുക, അതുള്ളൂ. ഇതിനെക്കാട്ടും ഏറ്റവും ബെസ്റ്റ് ഇതിനൊരു റെസ്റ്റ് കൊടുക്കുക. പക്ഷെ ഞാനിപ്പോ മീഡിയ നമ്മൾ ഭയങ്കരമായിട്ട് സൈക്കോളജിക്കലി മൂവ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ തലവര മാറ്റാം. ഇപ്പൊ ഓൾറെഡി ഒരു സൂപ്പർ പവർ ഉണ്ടല്ലോ, ഒരാളുടെ തലവര മാറ്റാണെങ്കിൽ കൂട്ടത്തിൽ ആരുടെ തലവര മാറ്റാനാണ് ആഗ്രഹിക്കണേ? ആരെയും മാറ്റാൻ ആഗ്രഹിക്കൂല. ഇല്ല, എന്റെ തന്നെ മാറ്റും. എന്താ മാറ്റാ? എന്ത് മാറ്റാൻ? പൊട്ടികളൊക്കെ നന്നാക്കും. ഇപ്പൊ സോഷ്യൽ മീഡിയ നോക്കുമ്പോൾ മീഡിയയിലെ ആളുകളെ ട്രീറ്റ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. കാരണം ഇപ്പൊ ചിലപ്പം കോണ്ടന്റ് കൊടുക്കുന്നതും അവർ ചെയ്യുന്ന വർക്കിനെ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ട്, ഇപ്പം വിഷ്വലി നോക്കുകയാണെങ്കിലും
കോണ്ടന്റ് ആയിട്ട് അർജുൻ ചേട്ടൻ കൊടുക്കും, അവരോട് സംസാരിക്കുന്ന രീതി കുറച്ച് ഡിഫറെന്റ് ആണ്. ഒരു ചിൽ വൈബായിട്ട് എപ്പോഴും അർജുൻ ചേട്ടൻ നമ്മൾ കണ്ടിട്ടുള്ളൂ. അതിപ്പോൾ നമ്മൾ ആദ്യം ഇന്റർവ്യൂ എടുത്താലും 2-3 ഇന്റർവ്യൂ എടുത്താലും അർജുൻ ചേട്ടൻ വന്ന് നമ്മുടെ ഇടപെടുന്ന രീതിയും ഭയങ്കര രസമാണ്. ഭയങ്കര നമുക്കൊരു ഫ്രണ്ട്സിനെ പോലെ ഫീൽ ചെയ്യും, ഒരു സ്റ്റാറിനെ പോലെ നമുക്ക് എപ്പോഴും തോന്നാറില്ല. ഓക്കെ. അപ്പൊ അതിന് എപ്പോഴും ഒരു സ്റ്റാർ വാല്യൂല് നിൽക്കുന്നതിനെക്കാട്ടും എപ്പോഴും ആ ഒരു ഫ്രണ്ട് സർക്കിളിൽ അങ്ങനെ ആൾക്കാരോട് ബിഹേവ് ചെയ്യാനാണ് എപ്പോഴും നിൽക്കുന്നത്. എങ്ങനെയാ അർജുൻ ചേട്ടൻ? നമ്മൾക്കിപ്പോ ഈ സ്റ്റാർ ഒരു പോയിന്റിൽ ചിലപ്പോൾ ഒരു നിസ്സാര സമയം കൊണ്ട് ഇല്ലാതാവാം, അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന ലെവലിൽ നിന്ന് ഇല്ലാതാവാം. അപ്പം നമ്മളിപ്പോ സാധാരണക്കാരെ പോലെ നമ്മൾ ആക്ച്വലി സാധാരണക്കാരൻ തന്നെയാണ്. നമ്മൾ ആൾക്കാർ ഇഷ്ടപ്പെടുന്നു, നമ്മൾ ചെയ്ത വർക്കിന് അല്ലെങ്കിൽ നമ്മൾ ചെയ്ത ഒരു ആർട്ട് ഫോം അല്ലെങ്കിൽ നമ്മൾ ചെയ്ത കഥാപാത്രത്തിന് ആൾക്കാർ ഇഷ്ടപ്പെടുന്നു പറയുമ്പോൾ അത് നമുക്ക് ഇടുന്ന പ്ലസ് പോയിന്റ് ആണ്. അത് ഞാൻ തലയെ കയറ്റി വലിയ ആളാണെന്ന് വിചാരിച്ച് നടന്നു കഴിഞ്ഞാൽ ആരും ഇഷ്ടപ്പെടാൻ നിൽക്കില്ല. അപ്പം ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. പിന്നെ ഞാൻ കണ്ട് ആസിക്ക സബിക്ക് എല്ലാവരും ഇതേപോലെ തന്നെ ആൾക്കാരാ, അച്ഛൻ ഇതേപോലെ തന്നെയാണ്. അപ്പോൾ ഞാൻ കണ്ടു വളർന്ന രീതിയും ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരെല്ലാവരും ഇങ്ങനെ ആയതുകൊണ്ട് ചിലപ്പോൾ ഞാൻ ആ വഴി ഫോളോ ചെയ്തായിരിക്കും. അല്ലാണ്ട് പ്രത്യേകിച്ച് ഇപ്പം ഞാൻ കൊമ്പത്താണെന്നൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു പോയിന്റിൽ നിന്ന് കൊമ്പ് ഒടിഞ്ഞു കഴിഞ്ഞാൽ തീർന്നു. അച്ഛനെ ഞാൻ 2016 ആദ്യമായിട്ട് മീറ്റ് ചെയ്യണത്. പക്ഷെ അച്ഛന് ഓർമ്മയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ പടത്തിലാണ് ഈ പടത്തിലാണ് നമ്മള് ഗണുവിന്റെ വീട്ടിൽ വെച്ചാണ്ട് അത് തന്നെ നമ്മള് മഞ്ഞുമല് ഒരു ഓർമ്മയിലോട്ട് മഞ്ഞുമല് പ്രീ പ്രൊഡക്ഷൻ നടക്കുമ്പോഴാണ് പിന്നെ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് ഇനി സെറ്റിൽ വെച്ചിട്ടാണ് സ്ക്രിപ്റ്റ് റീഡിങ്ങിനാണ് കാണുന്നത്. അപ്പൊ അന്നും ഇന്നും ഒരച്ചു ഒരേപോലെയാണ്. അതിപ്പോ നമ്മുടെ കൂട്ടത്തിലാണെങ്കിൽ സംസാരിക്കുമ്പോൾ പറയട്ടോ, അർജുൻ ചേട്ടനാണെങ്കിൽ നമുക്കൊരു ഭയങ്കര ഒരു കോൺഫിഡന്റ് അർജുൻ ചേട്ടനാണെന്ന്, പിന്നെ നമുക്ക് ടെൻഷൻ ഇല്ലാണ്ട് ഇന്റർവ്യൂ ചെയ്യാൻ പറ്റും, നമുക്ക് ഫീൽ ചെയ്യും. അർജുൻ ചേട്ടൻ സൂപ്പറാണ്. പക്ഷെ ഇത് ഉള്ളെന്ന് വന്നതാണ് ഇതൊക്കെ. ഈ സൗഹൃദം, ഫ്രണ്ട്ഷിപ്പ്, ഈ പറഞ്ഞ ലവ് അല്ലാതെ തലവരിൽ എന്താ ശരിക്കും ഫാമിലി? ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ പോവർട്ടി ആയിട്ടുള്ള ഒരു ഫാമിലി ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് എന്തൊക്കെയാണ്, അതെല്ലാം പറഞ്ഞു വന്നിട്ടുണ്ട്. ഇതൊരു ഓർഗാനിക് ഫിലിമാണ്. ഇപ്പൊ മഞ്ഞുമലിന് തിരിച്ച് അടുത്ത് റിലീസ് സിനിമ, അത്രയും ഹിറ്റ് ആയിട്ടുള്ള ഒരു സിനിമ, തിരിച്ച് തലവരിലേക്ക് എനിക്കൊന്ന് ഓൾറെഡി ഓരോ സീനും ഒരു പോസ്റ്റേഴ്സ് വരുമ്പോഴും ചേട്ടൻ എല്ലാവർക്കും ഷെയർ ചെയ്യുന്നുണ്ട്. അത്രയും സന്തോഷത്തോടെയാണ് എല്ലാം അത് റെസ്പോൺസ് ഒക്കെ. ഈ തലവര എത്രത്തോളം വെയിറ്റ് ചെയ്തൊരു സിനിമയായിരുന്നു ശരിക്കും? ആക്ച്വലി മഞ്ഞുമല ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ആരെങ്കിലും ഒക്കെ വിളിക്കും. പിന്നെ ആ സമയം തുടങ്ങിയിട്ടാണ് ഞാൻ ഡയറക്ടേഴ്സിനോടൊക്കെ ചാൻസ് ചോദിച്ചു തുടങ്ങിയത്. അതിക്ക് മുന്നേ അങ്ങനെ ഒരു അറിയില്ല ബേസിക്കലി, അതായിരുന്നു പ്രശ്നം. അപ്പം ഇങ്ങനെ ചാൻസ് ഒക്കെ ചോദിക്കുക, ഇങ്ങനെ നടക്കുക. ഒരു പണിയില്ലാതിരിക്കുമ്പോൾ ചന്തുവിനോട് അഖിൽ കഥ പറയാൻ വന്നു ഇതിൻ്റെ ഒരു ക്യാരക്ടർ ചെയ്യാനായിട്ട്. അങ്ങനെ ഞങ്ങൾ ഒരു ഫ്രണ്ട്സ് സർക്കിളിൻ്റെ ഇടയിൽ അവിടെ വെച്ചിട്ടൊരു ഓഫീസിലാണ് കഥ പറയാൻ വന്നത്. അങ്ങനെയാണ് അഖിലിനെ പരിചയപ്പെടുന്നത്. അപ്പോൾ ആ സമയത്ത് ഒരു ഓൾ ദ ബെസ്റ്റ് ഒക്കെ പറഞ്ഞിട്ട്, പുതിയ പടം തുടങ്ങാൻ പോയല്ലേ, ഓൾ ദ ബെസ്റ്റ് ഒക്കെ പറഞ്ഞിട്ട് രണ്ടാമത്തെ ദിവസം അലക്സേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞ് ഒരു കഥ കേൾക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഓൾറെഡി അഖിലിനെ കണ്ടപ്പോൾ കഥയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്ക് എങ്ങനെയാലും എക്സൈറ്റഡാണ്. ഭയങ്കര എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ഒരു ക്യാരക്ടറും കാര്യങ്ങളും. കഥ പറഞ്ഞ് കഴിഞ്ഞ് അപ്പം അഖിൽ ഓൾറെഡി ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനത്തെ പരിപാടിയാണ്, ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യണം. അങ്ങനെ ഞാൻ മാറ്റർ ചെയ്യുന്ന പോയി. ചോദ്യം എന്തായിരുന്നു? അല്ല ചോദ്യം മഞ്ഞുമല് കഴിഞ്ഞിട്ട് വന്നതിന്റെ നിന്റെ റിസപ്റ്റൻസ് ഇങ്ങനെ ഉണ്ടായിരുന്നു? ഒരു പണിയില്ലാതിരിക്കായിരുന്നു. അപ്പൊ അവനിങ്ങനെ ഓൾറെഡി ഇപ്പൊ കഥ പറഞ്ഞു കഴിഞ്ഞ് ഇപ്പൊ അഖില് പറഞ്ഞ് ഇങ്ങനെ ചന്തുനെ കാണാൻ വന്നപ്പോ ചന്തു പറയുകയും ചെയ്തു, നമുക്ക് ബോയ്സിനെ പറ്റി എന്തെങ്കിലും ഉണ്ടാവോ എന്ന് ചോദിച്ചു. പക്ഷെ ചന്തുവിന് ഇത് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ റാഫിയാണത് ചെയ്തത്. എനിക്ക് ഞാനിങ്ങനെ ഒന്ന് വേറൊരു സ്ലാങ്ങുമാണ് പടത്തില്. അപ്പൊ അതിൻ്റെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആദ്യം ചെന്ന് നമ്മളൊരു 10 ദിവസം മുന്നേക്ക് നമ്മൾ സെറ്റിൽ ചെന്ന്. അപ്പൊ ആദ്യത്തെ ഒരു 4 ദിവസം എനിക്ക് ഷൂട്ടില്ല. അപ്പൊ ആ സമയത്ത് ഞാനും റാഫി പിന്നെ മനോജ്, വിഷ്ണു ഒക്കെ ആയിട്ട് റിഹേഴ്സൽ ചെയ്യും ഒരു സിനിമ. സിനിമയിൽ പാലക്കാട് ഭാഷയാണോ സംസാരിച്ചേ? നമ്മള് ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ പറയാൻ പറ്റുള്ളൂ. പാലക്കാട്ടിൽ എന്തെങ്കിലും പറയാം? ഞങ്ങൾക്ക് മനസ്സിലാവാത്തൊരു പാലക്കാടിലൊരു വാക്ക് ഞങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ഫസ്റ്റ് ഓഡീഷന് ആണല്ലോ എനിക്ക് കിട്ടിയത്. അപ്പൊ ഓഡീഷന് പോയപ്പോ തൈലം വെക്കാൻ പോയ ഒരു സാധനം കാണിക്കാം.
ഏട്ടാ ഈ തൈലം ഒന്ന് എടുക്കുന്നത് വില കുറവാണ്, എടുക്കി നിങ്ങള്, ഇത് ഭയങ്കര വില കുറവാണേ, നിങ്ങക്ക് നടുവിൽ മുതിലൊക്കെ തേക്കാലോ ഒക്കെ തന്നെ പാലക്കാട് ഭാഷ. നിങ്ങളാ പോയി തലശ്ശേരി. ഞാൻ കണ്ണൂരാ. അവിടെ അല്ല ആക്ച്വലി ഞങ്ങളിത് പറയുമ്പോ നിങ്ങൾ ഇടക്കര് വരും. വരും. ആ പാലക്കാട് ഭയങ്കര എന്താണ് tough ആ. എന്ന് പറഞ്ഞ് വരുമ്പോഴേക്കും ഈ എന്തെങ്കിലും വാക്കുണ്ടോ പാലക്കാട് ഈ നമുക്ക് മനസ്സിലാവാത്ത? അത് കണ്ണൂരിൽ ചില ചാട് അത് ആക്ച്വലി ഇന്നറിലേക്ക് പോകണം. കൊല്ലംകോട് ആ സൈഡൊക്കെ പോകുമ്പോഴേക്കും കുറച്ച് വരും. ഏട്ടോ അങ്ങനെയൊക്കെ ഏട്ടോ ആ വിളി നോക്കിട്ട് കേട്ടോ. ഏട്ടോ. അപ്പൊ സെറ്റിൽ ചന്തുചേട്ടന്റെ പേര് വിളിക്കുന്നുണ്ടായിരുന്നു കാര്യം. അത് അല്ല, അത് റാഫിയുടെ റാഫിയുടെ കണ്ണും ചന്തുന്റെ കണ്ണും ഒരുപോലെ. അപ്പൊ എല്ലാവരും ഹൈറ്റും ഉണ്ടല്ലോ, ഇപ്പൊ എല്ലാവരും മറ്റേ മഞ്ഞുമ്മല് കഴിഞ്ഞിട്ട് ഭയങ്കര ഹിറ്റായിട്ട് എല്ലാവരും മറ്റേ പുറമെ എവിടെ പോയാലും സലീമേട്ടന്റെ മോനുണ്ടല്ലോ. റൂമിക്കൊക്കെ പോകുമ്പോ സലീമണ്ണ ഞങ്ങളുടെ ഫോട്ടോ എടുക്കും. ഓക്കെ ആ ചേച്ചി ഓക്കെ. അങ്ങനെ അല്ല ആദ്യം കൊറേ പറയാം ചേച്ചി ഞാൻ ചന്തു അല്ല, ഞാൻ ചക്കപ്പഴത്തിലെ റാഫിയാണ്, റാഫി ഡിക്കു എന്നൊക്കെ പറഞ്ഞ് കൊറേ പറഞ്ഞു. പിന്നെ മറ്റേത് ഞാൻ ചന്തുവാ സെൽഫി ഒക്കെ എടുത്തിട്ട് അവരെ ഹാപ്പി ഒക്കെ ഇടും. നിങ്ങൾ അങ്ങനെ ഏതെങ്കിലും ആക്ട്രസ് ആയിട്ട് പേര് മാറി വിളിക്കാറുണ്ടോ ശരിക്കും? എന്നെ തുടങ്ങിയ സമയത്ത് ബാലുചേട്ടനാണോ എന്നൊക്കെ പരിപാടി ഇങ്ങനെ കളിക്കാറുണ്ട് ശരിക്കും. ഇപ്പം ഡയറക്ടറെ കുറിച്ച് പറഞ്ഞു, ഇപ്പം സിനിമയിലേക്ക് രേവതി എങ്ങനെയാ വരുന്നത്? ഇപ്പൊ ആദ്യത്തെ മലയാളം സിനിമയിലെ ഞാൻ ആക്ച്വലി അഖിലിന്റെ ഫസ്റ്റ് കാസ്റ്റിംഗ് കോളിൽ ഞാൻ ഓഡിഷൻ അയച്ചിരുന്നു. പിന്നെ എനിക്ക് കോൾ ബാക്ക് ഒന്നും വന്നില്ല, ആരും നോബഡി ഗോട്ട് ബാക്ക് ടു മീ. പക്ഷെ ഒരു 2-3 മാസം കഴിഞ്ഞ് അഖിലിന് ആക്ച്വലി എൻ്റെ സിസ്റ്ററിനെ അറിയായിരുന്നു. സിസ്റ്ററിൻ്റെ അടുത്ത് ചോദിച്ചാൽ എൻ്റെ നമ്പർ മേടിച്ചു. അപ്പം അതിഥി അറിയായിരുന്നു. അപ്പം സിസ്റ്ററിനെ ചോദിച്ചു, നമ്പർ മേടിച്ചു. അത് കഴിഞ്ഞ് അഖിൽ എന്നെ വിളിച്ചു. എന്നിട്ട് എന്നെ ഓഡിഷന് വിളിച്ചു കൊച്ചിയിലേക്ക്. അപ്പം കൊച്ചിയിൽ ഓഡിഷന് വന്നു. അത് കഴിഞ്ഞ് മഹേഷ് സാറും ഉണ്ടായിരുന്നു. അപ്പം ഓഡിഷനൊക്കെ കഴിഞ്ഞിട്ട് അഖിൽ എന്നെ വിളിച്ച് പറഞ്ഞു സെറ്റാണ്, സ്ക്രിപ്റ്റ് വായിച്ചിട്ട് എന്താന്ന് വെച്ചാൽ നരേഷനും തന്നിരുന്നു. അപ്പം അഖിൽ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് ഞാൻ പറഞ്ഞു ഓക്കെ തന്നെ. ഇത്ര വലിയ ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത് തന്നെ വലിയ ഭാഗ്യല്ലേ. പ്ലസ് സന്തോഷായി. ഞാൻ പടം ആക്ച്വലി എന്റെ ഫാമിലിനെ കാണിച്ചപ്പോ എല്ലാവരും എടുത്തു പറഞ്ഞ കാര്യമാണ്. നമ്മളിത് ഈ നിങ്ങൾ ഇത്ര കഷ്ടപ്പെട്ട പിരിച്ചിട്ടും കാര്യമില്ല. നമ്മളെല്ലാവരും ഇതൊക്കെ ലിങ്ക് ഒക്കെ അയച്ചെടുക്കും, പോസ്റ്ററൊക്കെ എല്ലാവരും അയക്കും. എല്ലാവർക്കും ചോദിക്കുന്നത് ഞാൻ എടാ ഞാൻ അഭിനയിച്ച ഇവിടെ ഞാൻ മറ്റേ 1.5 മണിക്കൂർ മൈൻഡ് ചെയ്യണല്ലോ. ഇതിന്റെ മുഖത്ത് പാടില്ലായാലും എനിക്കൊന്ന് ഇപ്പത്തെ ഇവിടുത്തെ ആൺകുട്ടികളുടെ ഒക്കെ ക്രഷ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഓഫ് കോഴ്സ്. ഇനി എന്ത് വേണം? നമുക്ക് സ്റ്റോപ്പ് ചെയ്തത്. പക്ഷെ മഞ്ഞുവിലൊക്കെ അവിടെ ട്രെൻഡ് ആയ സമയത്ത് ഓൾറെഡി അസുഖണ്ടാണത്. ഈ സിനിമയിൽ ഇപ്പൊ ചില ക്യാരക്ടേഴ്സ് കൂടെ അഭിനയിക്കുമ്പോ ഈ ക്യാരക്ടർ ഞാൻ അഭിനയിച്ച അടിപൊളിയായിരിക്കും എനിക്ക് കൊതി തോന്നുന്ന ക്യാരക്ടേഴ്സ് ഇല്ലേ? ഇത് കറക്റ്റാ. എനിക്ക് അത് ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാരുണ്ടാവും. ഹീറോ അരുൺ ചേട്ടന്റെ ക്യാരക്ടർ വരുന്നുണ്ടല്ലോ. പിന്നെ കൊടുക്കൂല, പക്ഷെ ആഗ്രഹം ഉണ്ടാവില്ലേ? എല്ലാവർക്കും ഉണ്ടാവും. ആ സീറ്റ് ഞാൻ കൊടുക്കില്ല. എനിക്കൊന്ന് തിയേറ്ററിൽ ഈ പടം കാണാൻ ഞങ്ങൾ കാത്തിരിക്കുകയാണ്. അതായത് ഇപ്പം സോങ് വരുമ്പോൾ ഓൾറെഡി ഹിറ്റായ ആളുകളുടെ ട്രെയിലർ ടീസർ ഒന്നും കണ്ടിട്ടില്ല, വെയിറ്റ് ചെയ്യാണ്. ഓരോ പുതിയ കാര്യങ്ങൾ ഈ സിനിമയെ പറ്റിയിട്ടുള്ള വാർത്തകൾ വരുമ്പോൾ ഞങ്ങൾ കാത്തിരിക്കുകയാണ്. എന്താണ് നിങ്ങൾ ഒരുക്കി വെച്ചിരിക്കുന്നത്? പൊളിക്കാൻ തന്നെ റെഡി ആയിരിക്കുകയാണ് ഞങ്ങൾ. നല്ലൊരു പടമായിരിക്കും, തിയേറ്റർ മിസ് ചെയ്യാണ്ട് കാണാന്നുള്ള എക്സ്പീരിയൻസ് ആണ്. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. എന്തായാലും തിയേറ്ററിൽ ഫസ്റ്റ് ടേക്ക് ഉണ്ടാവും. എല്ലാവിധ ആശംസകളും നേരാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു.